Hi guys, welcome to my YouTube channel Why Voyager. സോ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൽ ബി ട്രാവലിംഗ് ടു എ ന്യൂ സിറ്റി അല്ലേ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ ഓൺ ദ വേ. ഞാനൊരു സ്ലീപ്പർ ബസ്സാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് അത്യാവശ്യം ദൂരമുള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലല്ല, ഒരു പുതിയ സിറ്റിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. സോ എറണാകുളത്ത് നിന്ന് ഓൾമോസ്റ്റ് 20 മണിക്കൂറാണ് ബസ്സിൽ. 20 മണിക്കൂർ ബസ്സിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലീപ്പർ ബസ്സാണ്, ഇരുന്ന് പോകണ്ട, കിടന്ന് പോകാം. പിന്നെ ബസ് സംഭവം കൊള്ളാം. ഞാനിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെയോ സ്നാക്സിന് വേണ്ടിയിട്ടൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്ലീപ്പർ ബസ് യാത്രയുടെ ഒരു വ്ളോഗാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എടപ്പള്ളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വൈറ്റിലേ നിന്നാണ് കയറിയത്. വൈറ്റിലിൽ നിന്ന് കയറി എടപ്പള്ളിയൊക്കെ കഴിഞ്ഞ്, എടപ്പള്ളി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ ആലുവ ഒക്കെ കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ എത്താറായിട്ടില്ല. ഓൾമോസ്റ്റ് ഹാഫ് ദ ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾക്ക് പുറത്ത് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം, കുറച്ച് ഇതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളി ബസ്സാണ് ഗൈസ്. നല്ല ഒരു സ്ലീപ്പർ, നല്ല ആംബിയൻ ലൈറ്റിംഗ് ഉണ്ട്, അടിപൊളി സീറ്റ്, പിന്നെ പുതപ്പൊക്കെ തന്നു. നല്ല അടിപൊളി ബ്ലാങ്കറ്റ്, നല്ല സ്മൂത്ത്. കൊള്ളാം, ബസ് കൊള്ളാം. ഇത് ഇപ്പോൾ KVR ട്രാവൽസ് ഇങ്ങനെ എങ്ങാണ്ട് പറഞ്ഞിട്ടൊരു ട്രാവൽസാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ട്രെയിനാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് ട്രെയിനിൽ പോവാം, കാരണം ഇത്രയും നല്ല ദൂരമുള്ള യാത്രയാണ്, അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു ട്രിപ്പാണ്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ട്രെയിനിൽ ബുക്ക് ചെയ്തു. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ മേക്ക് മൈ ട്രിപ്പിലൊരു ഓഫറല്ല, ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ട്രിപ്പ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 300-350 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് ആ ടിക്കറ്റ് കൺഫേം ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത പൈസയുടെ 3 ഇരട്ടി പൈസ അവർ നമുക്ക് റീഫണ്ട് ആയിട്ട് തരും. അതാണ് ട്രിപ്പ് ഗ്യാരണ്ടി. അത് മേക്ക് മൈ ട്രിപ്പിൽ പുതിയ വേറെ ഏതൊക്കെയോ മറ്റേ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആപ്പിലൊക്കെ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ട്രിപ്പ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യേണ്ട ഒരു സംവിധാനം ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓപ്റ്റിൻ ചെയ്യാം. ഇപ്പോൾ ട്രിപ്പ് ഗ്യാരണ്ടി ഓപ്റ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്പോസ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ 3 ഇരട്ടി റീഫണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഇതേപോലെ ബസ്സിലോ ഓൾട്ടർനേറ്റ് ട്രാവൽ ഓൺ ദ സ്പോട്ട് തന്നെ എനിക്ക് റീഫണ്ട് കിട്ടുകയും ചെയ്തു. ടിക്കറ്റ് ക്യാൻസലായി, വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്, കൺഫേം ആയില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ആദ്യം ഒരു മെസ്സേജ് വന്നായിരുന്നു. ഇന്നലെ രാത്രി തന്നെ മെസ്സേജ് വന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ട്രിപ്പ് ഗ്യാരണ്ടി, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഈ സംഭവം യൂസ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഓക്കെ ട്രിപ്പ് ഗ്യാരണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ റീഫണ്ട് എപ്പോൾ വരും എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ റീഫണ്ട് പോകും വിത്ത് പൈസ. അപ്പോൾ പൈസ നമ്മൾ ക്ലെയിം ചെയ്തെടുക്കണം. നമ്മൾ ആപ്പിൽ ചെന്നിട്ട് ഇനിഷ്യേറ്റ് റീഫണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഇരട്ടി പൈസ നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അത് നമ്മുടെ അവരുടെ ഇതിലേക്ക് വാലറ്റിലേക്കൊന്നും അല്ല പോകുന്ന, അക്കൗണ്ടിലേക്കാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഏത് വേണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബസ് ബുക്ക് ചെയ്തു അവൈലബിൾ ആയിട്ട്. ഞാൻ ഫ്ലൈറ്റ് നോക്കിയായിരുന്നു. ഫ്ലൈറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. 12,000 രൂപ 14,000 രൂപയൊക്കെയാണ്. അത് എയർ ഇന്ത്യയുടെ ഒക്കെയാണ്. ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ അത്രയും പൈസ നമ്മൾ ചെലവഴിക്കുന്നത്, നമുക്ക് ബസ്സിൽ പോവാം. ഞാൻ ബസ് നോക്കിയപ്പോഴത്തേക്കും 3,800 രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി. ഞാൻ ശരി. പിന്നെ ട്രെയിനിനേക്കാളും സമയം കുറവാണ് ബസ്സിൽ. ട്രെയിനിൽ 24 മണിക്കൂർ എങ്ങാണ്ടായിരുന്നു, 23 to 24 അവേഴ്സ് അതിൻ്റെ ഇടയിലായിരുന്നു. ബസ്സിൽ 20 മണിക്കൂറായി. ബസ് വഴി പോകുമ്പോൾ കുറവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അപ്പോൾ ഇതാണ് പുതിയ സിറ്റി, പുതിയ ജോലി. കാരണം പുതിയൊരു ജോലി കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പഴയ ജോലി ഞാൻ റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തിട്ട് പുതിയൊരു ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട്, പുതിയൊരു സിറ്റിയിൽ. നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ തന്നെ ഊഹിച്ച് നോക്കുക ഏത് സിറ്റിയിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 20 hours, അതും ബസ് ജേർണി ഫ്രം കൊച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെ സ്ഥലത്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗസ് ചെയ്തിട്ട് കമൻസിൽ പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഫുള്ള് ട്രാവൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ട്രാവൽ ചെയ്യുന്നു.
ബസ്സിൽ അവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബസ്സിന്റെ കംപ്ലീറ്റ്ലി ഞാൻ ഇൻസൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അടിപൊളിയാണ്. അവർ ആരും ചിലവില എന്ന് പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. ആരാണ്? ആ, ഓക്കെ. അപ്പോൾ എന്തായാലും യെസ് ഗൈസ്, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഈ ട്രാവൽ ഫുള്ള് നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ടോള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടോളാണ് ഇപ്പോൾ കഴിഞ്ഞത്. കണ്ടോ, ഒരുപാട് വണ്ടികളൊക്കെ ഇവിടെ നിർത്തി വെച്ചേക്കുന്നുണ്ട്. ഇത് നമ്മുടെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ ടോളാണ്. സോ യെസ്, ബസ്സാണ്. ഞാൻ ബസ്സിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എവിടെയാണ് നിർത്താൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ചും കൂടെ ഒരു അരമണിക്കൂറും കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു സ്നാക്സ് ബ്രേക്സിന് നിർത്തും. അപ്പോൾ സ്നാക്ക് ബ്രേക്ക് നിർത്തി കഴിഞ്ഞു, കാരണം നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കഴിക്കുക മാത്രമല്ല, എന്തെങ്കിലും ഒരു ചായയോ കാപ്പിയോ എന്തെങ്കിലും ഒന്ന് ഇത് ചെയ്യണം. സോ അതിന് ശേഷം ഞാൻ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ബസ് കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി സീറ്റ്സും നല്ല ബെഡും നല്ല പുതപ്പൊക്കെ തന്നിട്ടുണ്ട്. AC ബസ്സാണ് ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഇത് കാണാം. ഹലോ ഗൈസ്, ഇപ്പോൾ ഞാനിവിടെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അവിടെ ഒരുപാട് നേരം അവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് ബോറടിച്ചു. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു, എന്നാൽ ശരി നമുക്ക് ഏറ്റവും ഫ്രണ്ടിൽ പോയി നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പാലക്കാടിലേക്ക് പോകുന്ന വഴിയാണ്. നല്ല സൗണ്ട് ഉണ്ട് ഗൈസ്, ഭയങ്കര സൗണ്ടാണ്. കാരണം ഈ എൻജിൻ്റെ ഒരു റോറിങ്, അപ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു എന്തെങ്കിലും ആഹാരം കഴിക്കാനോ പിന്നെ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തും. അപ്പോൾ ഇത് നമ്മുടെ കൂടെ വരുന്ന യാത്ര ചെയ്ത ഏട്ടനാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡ്രൈവർ ഏട്ടൻ. മൂപ്പരാണ് ഓടിക്കുന്നത്. ഓക്കെ, അടിപൊളി റോഡാണ്, വലിയ ട്രാഫിക് ഒന്നും ഇല്ല. അവിടെ നിന്ന് ഇപ്പം എറണാകുളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ അത് നമ്മുടെ ഒരു എടപ്പള്ളി ആലുവയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആലുവല്ല അതെ ആലുവ അങ്കമാലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ഗൈസ്. ഇപ്പൊ നല്ല അടിപൊളി വ്യൂ ആണ്. കുറച്ചും കൂടെ ദൂരെ പോയി കഴിഞ്ഞാൽ അത് മൂപ്പര് പറയുന്നത് നമുക്കൊരു കാരണം ഇപ്പോൾ കഴിക്കാൻ ഒരു ചായക്കടയിൽ മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല. കാരണം 20 മണിക്കൂറുണ്ടല്ലോ നമുക്ക് മൊത്തം യാത്ര. അപ്പോൾ അത് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റിയും കൂടെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഗൈസ്, ഇതാണ് ഗൈസ് നമ്മുടെ കുതിരാൻ ചുരം. ഇതാണ് നമ്മുടെ കുതിരാൻ ചുരം ഗൈസ്. ഓക്കെ, ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഓക്കെ, കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ കുതിരാൻ ചുരം. അടിപൊളി സംഭവമാണ്. എനിക്ക് ഈ ഇതുപോലത്തെ, കാരണം ഞാൻ മണാലി പോയപ്പോഴത്തേക്കും അവിടെ അട്ടൽ ടണൽ ഉണ്ടായിരുന്നു. അട്ടൽ ടണൽ അതേപോലെ തന്നെ ഒരു സെറ്റപ്പാണ്. അട്ടൽ ടണൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നീളമുണ്ട്, നല്ല നീളമുണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പക്ഷെ ഈക്വലി അതേപോലത്തെ ഒരു സെറ്റപ്പിലാണ് ഈ കുതിരാൻ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല പിന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് മേളില് നമ്മുടെ ഇതിന്റെ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കൊള്ളാം. ഇതുണ്ടോ ഇവിടെ നമുക്ക് യൂട്ടേണൊക്കെ എടുക്കാൻ ഇപ്പം ഇതിൻ്റെ കണ്ടോ. അപ്പോൾ സംഗതി കൊള്ളാം ഗൈസ്, നല്ല അടിപൊളിയായിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ബാംഗ്ലൂർ ഞാൻ പോവും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട്. പക്ഷെ ഞാൻ രാത്രിയാണ് ഞാൻ പോവാറ്. അപ്പോൾ അതായത് ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും രാത്രി 12 മണിയൊക്കെ ആവും. അപ്പം ഞാനൊരു 10-10:30 ബസ്സിലൊക്കെയാണ് ഞാൻ യൂഷ്വലി കയറുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊന്നും ഞാൻ അങ്ങനെ കാണാറില്ല. അതും ഫ്രണ്ട് സീറ്റിലിരുന്ന് കാണുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ ഒരു വൈബ് വേറെയാണ് അല്ലേ. അപ്പൊ കുതിരാൻ ചുരം കഴിഞ്ഞ് കഴിച്ചപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അപ്പൊ അടുത്ത സ്ഥലം നമുക്ക് പോകുന്നത് വരെ നമുക്ക് കാഴ്ചകളും കണ്ട് സെറ്റാവാം. ഗൈസ്, നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ബ്രേക്ക് ടൈമിന് വേണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ. അടിപൊളി ബസ്സാണ്, AC സ്ലീപ്പർ ബസ്സാണ്. ഇതാണ് നമ്മുടെ ബസ്, KVR ട്രാവൽസ്. ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ചായക്കടയിൽ നിർത്തിയേക്കാണ്.
അപ്പോൾ ഞാനൊരു ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഒരു പരിപ്പ് വടയും പിന്നെ ഒരു ഉള്ളിവടയും. ഒരു പരിപ്പ് വടയും ഉള്ളിവടയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചായ കുടിക്കാം. ഇത് ബ്രേക്ക് ടൈം ആണല്ലോ. അപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഇപ്പോൾ ഒരു 7 മണിയായി. 7 മണിക്കാണ് ഒരു ടീ ബ്രേക്ക്. പിന്നെ 9 മണിയാകുമ്പോഴത്തേക്കും അവർ ഡിന്നർ ബ്രേക്കിന് പിന്നെയും നിർത്തും. ഇത് ലോങ് ജേർണി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോപ്പുകളുണ്ട്. അത് അത്യാവശ്യം ബ്രേക്ക് ടൈമിനും വാഷ്റൂം ബ്രേക്സ് അതേപോലത്തെ സംഭവത്തിനൊക്കെ അവർ നിർത്തിത്തരും. അപ്പോൾ യെസ്, സോ നമുക്ക് ചായ കുടിക്കാം. ചായ കൊള്ളാം. കാരണം ഈ ഭാഗത്തൊക്കെ നല്ല ചായയൊക്കെ കിട്ടും. എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ ടുവേർഡ്സ് പാലക്കാട്, ഇപ്പോൾ നമ്മൾ ടുവേർഡ്സ് പാലക്കാടാണ്. ഇപ്പോൾ കുതിരാൻ്റെ മറ്റേ ടണൽ കഴിഞ്ഞു. ഓൾമോസ്റ്റ് വി ആർ നിയറിങ് പാലക്കാട്. സോ ഈ ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് നല്ല ചായയും പിന്നെ ഇവിടെ ചിപ്സ് ഒക്കെ കിട്ടും കേട്ടോ. ഈ കടയിൽ ഒരുപാട് ചിപ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാനതൊന്നും വാങ്ങിച്ചില്ല, കാരണം ഓൾറെഡി വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു കഴിച്ചു. കാരണം എന്ന് വെച്ചാൽ 3-4 മണിക്ക് എടുത്ത ബസ്സാണ്. വൈകുന്നേരം 4 മണിക്കാണ് വൈറ്റില അവിടെ നിന്ന് എടുത്ത ബസ്. സോ കൈൻഡ് ഓഫ് ലൈക്ക് എക്സോസ്റ്റഡ്. ബസ്സിൽ അയാൾ ഹോണൊക്കെ അടിക്കുന്നുണ്ട്. അയാൾ ബസ് എടുക്കാറായിരുന്ന ഹോണൻ. നമുക്ക് വേഗം ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് ദെൻ ഐ ഗോട്ട് ദിസ് ഓൾസോ. ഇത് നമ്മുടെ പരിപ്പ് വട ആൻഡ് ഉള്ളിവട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ബസ്സിലേക്ക് കയറാം. ഓക്കെ, സോ ഇനി അടുത്ത ബ്രേക്ക് ഡിന്നർ ബ്രേക്ക് വിച്ച് ഇസ് അറ്റ് 9 o'clock. അത് അയാൾ എവിടെ നിർത്തുമെന്ന് എനിക്കറിയില്ല. സോ എനിവേ ലെറ്റ് us see. ഓക്കെ, ബസ്സിൻ്റെ ഇൻറ്റീരിയർ നമുക്കിപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ടൈമേ ഉള്ളൂ, നമുക്ക് കൂടുതൽ ടൈമില്ല. സോ വാട്ട് വിൽ ഡു ഇസ് ലൈക്ക് ഡിന്നർ ബ്രേക്കിന് നിർത്തുന്ന സമയത്ത് ഐ വിൽ ഷോ യു ദ ഇൻസൈഡ് ഓഫ് ദ ബസ്. ഓക്കെ, സോ അങ്ങനെ ഇത് ചെയ്യാം. ആൻഡ് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോവാണ്. ഓക്കെ, ബസ്സിൽ കയറിയിട്ട് ഇപ്പോൾ ഡിന്നർ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ തന്നിട്ടുണ്ട്. വെള്ളം തന്നിട്ടുണ്ട്. വെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല കോമണാണ്, എല്ലായിടത്തും തരും. ബസ്സിൻ്റെ ഇതടിക്കുന്നുണ്ട്. എല്ലാവരോടും കയറാൻ പറയുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കയറാം ഗൈസ്. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകും. ഓക്കെ ഗൈസ്, സോ ഞാൻ ആദ്യം വിചാരിച്ചത് ലൈക്ക് ഐ ഷോ യു ദ ബസ് ആഫ്റ്റർ ദ ലഞ്ച് ബ്രേക്ക്. സോ ഐ ഹാവ് റിക്വയർഡ് ടൈം ഓവർ ഹിയർ. സോ ദിസ് ഈസ് ആക്ച്വലി മൈ സീറ്റ് ഗൈസ്. ഓക്കെ, ഇതാണ് എൻ്റെ സീറ്റ്. കണ്ടോ, സംഭവം കൊള്ളാം ഗൈസ്. കണ്ടോ, നല്ല അടിപൊളി സീറ്റാണ്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇതുണ്ട് ബ്ലാങ്കറ്റ്. നമുക്ക് ഇവിടെ സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ കിടന്ന് ഉറങ്ങാൻ ഒരു പില്ലോ തന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഓവറോൾ വ്യൂ. സോ അടിപൊളിയാണ്. ഇറ്റ്സ് വെരി നൈസ്. നല്ല പിന്നെ ബാക്കിലെ എമർജൻസി എക്സിറ്റ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എം ടി. ഓക്കെ, വേണ്ട, ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി എം ടി ആണ്. ആൾക്കാർ കയറാനുണ്ട്. എവിടെയാണ് കയറുക എന്ന് എനിക്കറിയില്ല. നമ്മൾ പാലക്കാട് കഴിഞ്ഞ് വാളയാറ് ബോർഡറിലാണ്. ഒരു ഡ്രൈവറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു എവിടെയാണ് നിർത്തുക നെക്സ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞത് നെക്സ്റ്റ് ഇനി നിർത്തുന്നത് തമിഴ്നാട്ടിലായിരിക്കും. സോ തമിഴ്നാട്ടിലാണ് നമ്മുടെ ഡിന്നർ ബ്രേക്ക്. ഡിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 9:30 ഒരു 9:30 ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഡിന്നർ നിർത്തും. പിന്നെയും വിശന്ന് തുടങ്ങി കഴിച്ചു. കാരണം ആകെ കഴിച്ചത് ഒരു ഉള്ളിവട, ഒരു പരിപ്പ് വട തന്നില്ല കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചായ കുടിച്ചായിരുന്നു. പിന്നെ ഞാനൊരു ഉള്ളിവടയും ഒരു പരിപ്പ് വടയാണ് പറഞ്ഞത്. മൂപ്പര് പരിപ്പ് വട വെച്ചിട്ട് അതിന് വരെ 2 ഉള്ളിവടയാണ് വെച്ചത്. 2 കഴിച്ചു. 2 ഉള്ളിവടയും കഴിച്ചു, കുറച്ച് വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞിട്ടിപ്പോൾ കുറച്ച് സമയമായി. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ടോളിൻ്റെ അവിടെ വെച്ച് കുറച്ചൊരു ട്രാഫിക് ജാം ഉണ്ടായി. ഒരു 15-20 മിനിറ്റ് അവിടെ പോയി കിട്ടി. അപ്പം അങ്ങനെ ഇനിയുമുണ്ട് ഗൈസ് 16 മണിക്കൂർ, 16 hours ഓഫ് ജേർണി.
16 മണിക്കൂർ ഇനിയും യാത്രയാണ്. നല്ല രീതിക്കൊന്ന് എവിടെയെങ്കിലും നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കഴിക്കാം. അപ്പോൾ പിന്നെ എന്താണ് ഫുഡ് കഴിക്കാൻ പോണേന്നുള്ളത് അറിയില്ല. സോ നമുക്ക് നോക്കാം. ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും എന്താണെങ്കിലും കഴിക്കും, കാരണം നല്ല വിശപ്പുണ്ട്. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചു. അത് ഇന്ന് അമ്മയുടെ വക സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കണമെന്ന് വെച്ചു. അപ്പം അമ്മ പറഞ്ഞു വേണ്ട, നീ എന്തായാലും ഇന്ന് പോവല്ലേ, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാം. അപ്പം അമ്മ വന്നിട്ട് ഇന്ന് ചോറ്, പിന്നെ പൊട്ടറ്റോ ഫ്രൈ. എനിക്ക് പൊട്ടറ്റോ ഫ്രൈ ഭയങ്കര ഇഷ്ടം. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ്സ് ആണ് പൊട്ടറ്റോ ഫ്രൈ. പിന്നെ പിന്നെ ഒരു പുളിശ്ശേരി, പൊട്ടറ്റോ ഫ്രൈ, ചോറ്, ഇത്രയും കാര്യമായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് കഴിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഉച്ചയ്ക്ക് ഒരു 1-1:30ക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ 4 തവണ ഒരു ദിവസം കഴിക്കും. അപ്പോൾ സ്മോൾ മീൽസ് പല തവണകളായിട്ട് എവറി 3 hours ഇടപെട്ടിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഞാൻ അത്രയും ക്വാണ്ടിറ്റിയിൽ കഴിക്കില്ല. അത്യാവശ്യം ഒരു മീഡിയം ക്വാണ്ടിറ്റി, മോർ നമ്പർ ഓഫ് മീൽസ് ഇൻ എ ഡേ ഞാൻ അങ്ങനെ കഴിക്കുന്നത്. സോ ഇപ്പോൾ രാവിലെ, ഉച്ചയ്ക്ക്, പിന്നെ വൈകുന്നേരം, രാത്രി, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ഞാൻ യൂഷ്വലി സ്നാക്സ് അല്ല, ഞാൻ എന്തെങ്കിലും ഫുഡായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ലൈക്ക് നമ്മുടെ ഒരു ഫ്രൈഡ് ഐറ്റംസോ പോലത്തെ സ്നാക്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ബിസ്ക്കറ്റ്സോ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. സോ അത് ഒരു നേരം സ്കിപ്പായി കഴിഞ്ഞാൽ പിന്നെയും വിശപ്പ് തുടങ്ങും. കാരണം ഞാൻ ക്വാണ്ടിറ്റി കഴിക്കുന്നുണ്ട്, കുറച്ച് ക്വാണ്ടിറ്റി, പക്ഷേ ഐ എം ജസ്റ്റ് എന്താ പറയുക സ്പ്ലിറ്റ് ചെയ്തല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വിശക്കും. അതാണ് 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ഡ്രൈവറിനോട് എന്ന് പറഞ്ഞു, ചേട്ടാ എവിടെയെങ്കിലും ഒന്ന് നിർത്താൻ പറ്റും, അവിടെ എപ്പോഴാണ് നിർത്തുകയെന്ന് ചോദിച്ചു. ഒരു ഉറങ്ങില്ല, കുറച്ചും കൂടെ, കാരണം അവിടെ ഒരു ടോൾ ഉണ്ട്. അപ്പോൾ ആ ടോൾ കഴിഞ്ഞപ്പോൾ തന്നെ പാലിയേക്കര ടോൾ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് നിർത്താം എന്ന് പറഞ്ഞു. പാലിയേക്കര എന്ന് പറയുമ്പോഴത്തേക്ക് പാലക്കാട് പോകുന്ന വഴിക്കുള്ള ഒരു ടോളാണ്. അപ്പോൾ അത് കഴിഞ്ഞോട്ടെ നിർത്താമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്ന് ആ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത്. നമ്മുടെ കുതിരാൻ്റെ ടണലും കാണാൻ പറ്റി, ചുരം കാണാൻ പറ്റി. അപ്പോൾ ഇനി അടുത്തത് ഇപ്പോൾ വാളയാറ്, എനിക്ക് തോന്നുന്നു വാളയാർ കഴിഞ്ഞു തോന്നുന്നു. വാളയാർ കഴിഞ്ഞിട്ടില്ല. വാളയാർ ആകുമ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് വരും. ചെക്ക് പോസ്റ്റ് അല്ല, ടോൾ ഗേറ്റ് വരും. ആ ടോൾ ഗേറ്റ് കഴിയുമ്പോഴാണ്, ആ ടോൾ ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ തമിഴ്നാടാണ്. നമ്മുടെ വാളയാറ് കഴിഞ്ഞ അടുത്തത് തമിഴ്നാടാണ്, കോയമ്പത്തൂരാണ്. സോ അങ്ങനെയാണ് ഗൈസ്. ഇപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് നല്ല ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത്, ഇവിടെ ആകെ ഇപ്പോൾ ഉള്ളത് ഇതുപോലത്തെ ലൈറ്റാണ്. ഇതുപോലത്തെ ലൈറ്റൊക്കെ ഇവിടെ ഫുൾ വെച്ചിട്ടുണ്ട്, ഫുൾ ഇട്ടുണ്ട്. നല്ല ബസ്, നല്ല അടിപൊളി ബസ്, നല്ല AC യുടെ വെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ചാർജിങ് സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എൻ്റെ ചാർജറാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ അപ്പർ ബർത്താണ്, എനിക്ക് മേലുള്ള ബർത്താണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറ്. കാരണം എനിക്ക് ഒരു ഹൈറ്റിൽ നിന്നും നമുക്ക് റോഡ് കാണാനും ഒക്കെ വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമുള്ളത് അപ്പർ ബർത്താണ്. ഞാൻ എപ്പോഴും അപ്പർ ബർത്താണ് ചൂസ് ചെയ്യുന്നത്. അതും ഇതിപ്പോൾ അവിടെ അപ്പുറത്തെ സൈഡിൽ ഡബിൾ ബർത്ത് ഉണ്ട്, അപ്പുറത്തെ സൈഡ് സിംഗിൾ ബർത്ത്. ഞാൻ ഡബിൾ ബർത്ത് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ മാത്രമേ ഞാൻ ഡബിൾ ബർത്ത് ചൂസ് ചെയ്യാറുള്ളൂ. അല്ല സിംഗിൾ ബർത്താണ്. കാരണം ഇപ്പോൾ നമ്മൾ ഡബിൾ ബർത്ത് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വേറെ ആരെങ്കിലും വന്നിരിക്കും, അത് എനിക്ക് വലിയ താല്പര്യമില്ല. വേറെ ആരെങ്കിലും ഇപ്പോൾ ഇരുന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് സ്ലീപ്പർ അല്ലേ, അപ്പം പിന്നെ ഇടയിൽ വല്ല മറ്റേ എന്താ പറയുക, ഒരു സെപ്പറേഷനൊന്നുമില്ല. ഒരു വലിയൊരു എന്താ പറയുക, ഒരു ഡബിൾ കോട്ട് പോലെയാണ്. സോ അറിയാത്ത ആളുടെ കൂടെ ഒക്കെ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ അതെനിക്ക് കുറച്ച് മടിയുള്ള പരിപാടി. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ സിംഗിൾ ബർത്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വാളയാർ ഓൾമോസ്റ്റ് എത്താറായി. വാളയാർ കഴിയാറായി ഓൾമോസ്റ്റ്. ഇപ്പോൾ കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ടോൾ ഗേറ്റ് വരും. ഞാൻ പിന്നെ മാപ്പ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് നമ്മുടെ മാപ്പിൽ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ബസ്സിൽ കയറുക. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ നമുക്ക് പുറത്തുനിന്ന് നമ്മൾ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് മനസ്സിലാവില്ല. കാരണം ഇപ്പോൾ ഓൾറെഡി ഇരുട്ടി തുടങ്ങി, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എവിടെ എത്തിയെന്ന് പറഞ്ഞ് ഞാൻ GPS ഓൺ ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അവിടെ ഹോട്ടൽ ആര്യാസ് ഒക്കെ ഉണ്ട്. ആര്യാസ് ഒക്കെ ഈ പാലക്കാട് സൈഡിലൊക്കെ ആര്യാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ, ഓൺലി വെജാണ്. ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടൽസ് ഒക്കെ കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞാൽ മറ്റേ ഗൗരി ശങ്കർ, അന്നപൂർണ എന്നൊക്കെ പറഞ്ഞ ഹോട്ടൽസ് പ്യുവർ വെജാണ്.
ഒക്കെ നല്ല അടിപൊളിയാണ്. അടിപൊളി മറ്റേ സാമ്പാർ, പിന്നെ ഇഡ്ഡലി ദോശയൊക്കെ നല്ല സൂപ്പറായിട്ട് കിട്ടും. ഞാൻ അവിടെ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എവിടെയാണ് നിർത്താൻ നമുക്ക് നോക്കാം. നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി നമുക്ക് ഒരു അടിപൊളി ഫുഡ് കഴിക്കാം. പക്ഷെ നല്ല ഹോട്ടലിൽ തന്നെ നിർത്തണേ. നല്ല ഹോട്ടലിൽ നിർത്തിയാലേ നല്ല ഫുഡ് കിട്ടുള്ളൂ. നല്ല വിശപ്പുണ്ട്, നല്ല ഒരു ആനയെ തന്നെയുള്ള വിശപ്പുണ്ട് എനിക്കിപ്പോൾ. എന്തായാലും നമുക്ക് നോക്കാം എവിടെയാണ് നിർത്തണം, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആ ടോൾ ഗേറ്റ് കഴിഞ്ഞു, വാളയാർ നമ്മൾ എത്തിക്കഴിഞ്ഞു. വാളയാർ എത്തി ഇപ്പോൾ നമ്മളിപ്പോൾ ടുവേർഡ്സ് കോയമ്പത്തൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ അവിടെ ഞാൻ മുമ്പിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ എത്ര നേരം അവിടെ ഇരിക്കും, ബോറടിക്കും. വല്ല സിനിമ ഒക്കെ കാണാന്ന് പറഞ്ഞാൽ ഞാൻ പുതിയ വന്ന സിനിമ ഞാൻ കണ്ടു. പറഞ്ഞ നമ്മുടെ ദിലീപിന്റെ പുതിയ സിനിമ വന്നിട്ടുണ്ടായിരുന്നു, ദിലീപും ലാലേട്ടനും. ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. നമുക്ക് ഈ യാത്ര ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട്, കാരണം ഇത് ഇപ്പോൾ സംസാരിക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു റിവ്യൂ എനിക്ക് ചെയ്യണമെന്നുണ്ട്. സോ അപ്പോൾ നമ്മളിപ്പോൾ മുമ്പിൽ തന്നെ ഇരിക്കുന്ന ഇവരായിട്ട് നമ്മുടെ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാരായിട്ട് സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് ഒരു വൈബാണ്. സംസാരിച്ച് നമ്മൾ പോകുമ്പോൾ ബോറടിക്കില്ല. അതിൻ്റെ കൂടെ നമുക്ക് നിങ്ങൾക്കും ഞാൻ ഈ യാത്ര കാണിച്ചു തരാനും പറ്റും. സോ അപ്പൊ നമ്മളിപ്പോ നേരെ ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു പിക്കപ്പ് ഉണ്ട്. ഒരു ട്രാവലറും കൂടെ ഒരാളും കൂടെ കയറുന്നുണ്ട്. ഓക്കെ, അപ്പോ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 8:45 നമ്മളൊരു 9:30 ആകുമ്പോഴത്തേക്കും നിർത്തുമായിരിക്കും. ഈ കോയമ്പത്തൂർ സിറ്റി കഴിയണം. സിറ്റി കഴിഞ്ഞ് അതിന്റെ ഒരു ഔട്ട്സ്കേർട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഹോട്ടലിൽ വരെ നിർത്തണം. കാരണം നമുക്ക് രാത്രി ടൈം ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ഫുള്ള് വെജാണ് കഴിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് വയറ്റിന് വല്ല പണി കെട്ടിക്കഴിഞ്ഞാൽ, അതും ബസ്സാണ്, ട്രെയിൻ പോലും അല്ല, നമുക്ക് വയറ്റിന് പണി കെട്ടിക്കഴിഞ്ഞാൽ സംഭവം തുഴയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ വെജിറ്റേറിയൻ സേഫ് ഫുഡായിട്ടാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. പക്ഷേ കോയമ്പത്തൂർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല വെജ് ഫുഡ് കിട്ടും. അത്യാവശ്യം നല്ല വെജ് ഫുഡ് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ഇപ്പോൾ ഇവിടെ ഡിന്നർ ബ്രേക്കിന് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ ഡിന്നർ ബ്രേക്കിന് ഇവര് ഇത് ചെയ്തത് ഈ ഒരു ഹോട്ടലാണ്, അനന്തഭവൻ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ വെജിറ്റേറിയൻ, കറക്റ്റ് വെജിറ്റേറിയൻ ഹോട്ടലിൽ തന്നെയാണ് നിർത്തിയത്. ഇതാണ് ഹോട്ടൽ അനന്തഭവൻ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 2 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പൊടി ഇഡ്ഡലി വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു ഇതുണ്ടോ, ഇതിപ്പോൾ സാമ്പാർ ഇഡ്ഡലി, ഒരു സാമ്പാർ ഇഡ്ഡലിയും വാങ്ങിച്ചിട്ടുണ്ട്. ഡിപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഈ ഡിപ്പ് സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഒരു സാമ്പാർ ഇഡ്ഡലിയുടെ ഡിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പൊടി ഇഡ്ഡലിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എത്രയായി എന്നറിയോ? ഇതിന് ഇപ്പോൾ 140 രൂപയായി രണ്ടും കൂടെ ചേർത്ത്. അനന്തഭവൻ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ബസ് ഗൈസ്, ഇതാണ് നമ്മൾ വന്ന ബസ്. സംഭവം കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളിയാണ്. അപ്പോൾ നൈസായിരുന്നു. ഇപ്പോൾ നമ്മൾ നിർത്തിയേക്കുന്നത് കോയമ്പത്തൂരിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ കോയമ്പത്തൂരിലാണ് ഈ ഒരു ഡിന്നർ ബ്രേക്കിന് വേണ്ടിയിട്ട് അവർ നിർത്തി തന്നത്. ഇനിയിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന്
ഇതിപ്പോൾ ബാംഗ്ലൂർ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് ബാംഗ്ലൂർ ഈ ബസ് നേരെ ഇപ്പോൾ നെക്സ്റ്റ് ഇനി സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ആള് കയറാനുണ്ട്. സേലത്തിൽ നിന്ന് ആള് കയറാനുണ്ട്. അപ്പോൾ സേലത്തിൽ നിന്ന് ആള് കയറിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ്ലി സേലം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വേറെ സ്റ്റോപ്പൊന്നുമില്ല. ബാംഗ്ലൂര് ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 3 മണി 3-3:30 രാവിലെ ആ ടൈം ആകുമ്പോൾ ബാംഗ്ലൂർ എത്തും. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ എത്തിയിട്ട് അവിടെ നിന്ന് പിന്നെയും നമുക്ക് പോകാനുണ്ട്. അവിടെ നിന്ന് പിന്നെയും ഒരു 6-7 മണിക്കൂറുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സ്ഥലത്ത്, അത് സർപ്രൈസ് ആണ്, ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 11:45 ആവും. അതായത് രാവിലെ ഒരു 11:30-11:45 ആവും നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട് കൈസ്. അപ്പം ഞാനൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ പാർസലാണ് വാങ്ങിയത്. കാരണം ബസ്സിൻ്റെ അകത്ത് നിന്ന് തന്നെ കഴിക്കാം. ഇപ്പോൾ ചില ബസ്സുകളെന്നൊക്കെ ഇപ്പോൾ ഇത് AC ബസ്സാണ്. ഇപ്പോൾ AC സ്ലീപ്പർ ബസ്സാണിത്. അപ്പോൾ AC സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ ചില ബസ്സുകളൊന്നും അവർ മറ്റേ ഫുഡ് കയറ്റാൻ സമ്മതിക്കില്ല. പക്ഷേ കാരണം AC ബസ്സാണല്ലോ, അപ്പോൾ ഫുഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അവർ ഫുഡ് കയറ്റാൻ സമ്മതിക്കില്ല. പക്ഷേ ഇത് അവർ ഓക്കെ പറഞ്ഞു. കാരണം ഇത് ലോങ് സർവീസ് ബസ്സാണ്. ഒരുപാട് സ്റ്റോപ്സും അവർക്കുണ്ട്. ബ്രേക്കുകൾ ഒരുപാട് അവർ തരും, ചായ കുടിക്കാനും വാഷ്റൂം ബ്രേക്സും പിന്നെ ഡിന്നർ, നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും. പിന്നെ അവർ പറയുകയും ചെയ്തു നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ മെജസ്റ്റിക് ടച്ച് ചെയ്തിട്ട് മെജസ്റ്റിക്കിൽ നിന്ന് പിന്നെ ഹെബ്ബാല വഴിയാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ അത് ഒരു ബ്രേക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ ഇറങ്ങുമ്പോൾ ഞാൻ എണീറ്റ് വെക്കുമെന്ന് എനിക്കറിയില്ല, ബട്ട് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ ബാംഗ്ലൂർ എത്തുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ചായ എന്തെങ്കിലും കുടിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ബ്രേക്ക്. ഇപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് ബസ്സിൽ കയറിയിട്ട് ബസ് എടുക്കുമ്പോൾ കഴിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബസ് എടുക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. എന്തായാലും ഇപ്പോൾ പാർസലാണ്, വലിയ ഇതൊന്നുമില്ല. പക്ഷേ ബസ് എടുക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. ഡ്രൈവറൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അടുത്ത ബ്രേക്കിൽ നമുക്ക് നോക്കാം. ഗൈസ്, ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന പൊടി ഇഡ്ഡലിയാണ്. പൊടി ഇഡ്ഡലി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ചെറിയ ചെറിയ ഇഡ്ഡലീസാണ് കേട്ടോ. നല്ല എന്താ പറയുക, ചെറിയ ചെറിയ ഇഡ്ഡലിയാണ് അവർ തന്നിരിക്കുന്നത്. സോ സംഭവം കൊള്ളാം. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ട് കഴിയുമ്പോഴത്തേക്കും നല്ല ഇതുണ്ട്. ഇപ്പോൾ നല്ല കരുവേപ്പിലയും, ഇപ്പോൾ നമ്മളിവിടെ ബാംഗ്ലൂരിലൊക്കെ ആണെങ്കിൽ ചട്നിപ്പൊടി എന്ന് പറയും, തമിഴ്നാട്ടിലാണെങ്കിൽ മുളകാപ്പൊടി എന്ന് പറയും. അതായത് ഒരു കൈൻഡ് ഓഫ് ഒരു മുളക് പൊടിയാണ് ഇവർ ഇതിൻ്റെ അകത്ത് തേച്ച് അതിൻ്റെ കൂടെ എണ്ണയിൽ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്യും. അങ്ങനെയാണ് ഈ പൊടി ഇഡ്ഡലി അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ അതിൻ്റെ അകത്ത് ഒരു പീസ് ഇതാണ് പൊടി ഇഡ്ഡലി. അപ്പോൾ നല്ല രീതിക്ക് ആ പൊടിയൊക്കെ മിക്സ് ചെയ്ത് എണ്ണയിലിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കും, ഒരുപാട് ഫ്രൈ ചെയ്യത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലിയുടെ ആ ഒരു ടെൻഡർനെസ് പോവും. അപ്പോൾ ഇത് പിന്നെ അതുകൂടാതെ ഞാനൊരു സാമ്പാർ ഡിപ്പ് ഇഡ്ഡലി. ഇത് വലിയ ഇഡ്ഡലിയാണ്, വലിയ ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത് ലൈറ്റായിട്ട് ഇപ്പം കഴിക്കാം. പിന്നെ കോയമ്പത്തൂർ എന്തായാലും ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും രാത്രി ഒരു 3-3:30 ആവും. അപ്പോൾ അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇന്നെന്തായാലും അത്രയ്ക്ക് വലിയ ഉറക്കമൊന്നും, കാരണം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ഉറങ്ങാറില്ല. യെസ് ഗൈസ്, സോ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ അധികം ഉറങ്ങാറില്ല. അപ്പോൾ നമുക്കെന്തായാലും ഇപ്പോൾ ഈ ഇഡ്ഡലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഡ്ഡലി എങ്ങനെയുണ്ട്? നമ്മൾ ഇഡ്ഡലി എടുത്തിരിക്കുകയാണ്. കൊള്ളാം. കുറച്ച് എരിവുണ്ട്, കുറച്ച് സ്പൈസി ആയിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് മുളകൊക്കെ ചേർത്തിട്ടുള്ളതാണ്, റെഡ് ചില്ലി കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഈ പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ട്, പക്ഷെ എന്നാലും ഓവർ എരിവൊന്നുമില്ല. പിന്നെ ആ എണ്ണയിൽ ഫ്രൈ ചെയ്ത നല്ല അടിപൊളി ടേസ്റ്റാണല്ലോ. എൻ്റെ കൂടെ ചട്നി തന്നിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചട്നി ഇടാം. ഞാൻ തമിഴ്നാട് ചട്നിയുടെ ഒരു ഫാനാണ്. തമിഴ്നാട് കർണാടകയിലൊക്കെ ഈ ചട്നിയിലൊക്കെ അവർ
വേറെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ ആഡ് ചെയ്യും. എനിക്ക് നമ്മുടെ നാട്ടിലുള്ള ചട്നിയാണ് എനിക്കിഷ്ടം. ഇവിടുത്തെ ചട്നിയിൽ അവർ വേറെ എന്തൊക്കെയൊക്കെയോ ആഡ് ചെയ്യും, അത് എനിക്കിഷ്ടമല്ല. കുറച്ചൊരു സ്വീറ്റ് ഫ്ലേവർ വരും. അപ്പം ഇത് ചട്നിയില്ല, ഇതല്ലാതെ കൊള്ളാം കേട്ടോ, അടിപൊളി. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നമുക്ക് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കിട്ടുന്നുള്ളൂ. ഞാൻ പോകുന്ന സ്ഥലം അവിടെ എങ്ങനെയാണ് ഫുഡ് എന്നുള്ളത്, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. ഇറ്റ്സ് മൈ ഫസ്റ്റ് ടൈം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മുടെ നാട്ടിലത്തെ ഫുഡ് ഞാൻ മിസ് ചെയ്യും, അത് എന്തായാലും ഉറപ്പായിട്ട് മിസ് ചെയ്യും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇത് പൊളിയില്ല, കൊള്ളാം കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇനി കരിവേപ്പിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. കൊള്ളാം. നമ്മൾ ബസ്സൊക്കെ എടുത്തു, നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കാം. ബസ് അവിടെ നിന്ന് എടുത്തു. ഇനി എന്തായാലും ഞാൻ ഈ പൊടി ഇഡ്ഡലി ഒന്ന് തീർത്തിട്ട് സാമ്പാർ ഇഡ്ഡലി എങ്ങനെയുണ്ട് നോക്കാം. ഇവിടുത്തെ സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ. കർണാടക സാമ്പാർ എനിക്ക് ഇഷ്ടമാണ്, കാരണം അവിടെ സാമ്പാറിൽ അവർ മധുരം ഇടും, ഒരു മധുരിച്ച ഒരു ടേസ്റ്റാണ്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ തമിഴ്നാട് സാമ്പാറും കേരള സാമ്പാറും ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ സാമ്പാർ ഇഡ്ഡലി എങ്ങനെയാണെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇത് തീർത്തിട്ട് നമുക്ക് അത് എടുക്കുന്ന നേരത്ത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ 6 മണിയാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ലൈക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ഉറക്കമായിരുന്നു ഗൈസ്, സുഖമായിട്ട് ഉറങ്ങി. ഞാൻ ആ സാമ്പാർ ഇഡ്ഡലി കഴിച്ചില്ലായിരുന്നു, അതിപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ച്, പക്ഷെ സാമ്പാർ ഇഡ്ഡലി കഴിക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിപ്പോയി കഴിച്ചു, നല്ല ടയേർഡായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ബാംഗ്ലൂർ കഴിഞ്ഞിപ്പോൾ ഒരു 120-130 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 6.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. രാവിലെ 6 മണിയായി, ഒരു ഉച്ചയാവും നമ്മൾ എന്തായാലും എത്തുമ്പോൾ. ആക്ച്വലി ലേറ്റാണ്, ഞാൻ ഉറങ്ങിയോണ്ട് തന്നെ എവിടെയാണ് സമയം പോയതെന്ന് അറിയില്ല. ബാംഗ്ലൂരിൽ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചത് ബാംഗ്ലൂരിൽ ഒക്കെ ഇറങ്ങി എന്തെങ്കിലും ചായയോ കാപ്പിയോ കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അയാൾ പിന്നെയും നിർത്തി തന്നു. കാരണം വെച്ചാൽ ഞാൻ മുമ്പിലാണ് ഇരിക്കുന്നത്, കണ്ടോ, ഞാനിപ്പോൾ ഏറ്റവും മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിവിടെ വന്നു ഒരു വാഷ്റൂം ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് മൂപ്പര് നിർത്തി. മൂപ്പരും കാരണം എന്ന് വെച്ചാൽ ലോങ് ഡ്രൈവാണ്. അപ്പോൾ മൂപ്പര് ഒരു ചായ ഓടിച്ചു, ഡ്രൈവർ ചേഞ്ച് ചെയ്തു, വേറെ ആള് വന്ന് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർ ചേഞ്ചായി. ആൻഡ് ഞാനൊരു ചായ ഒടിച്ച് മുമ്പിൽ കുറച്ച് നേരം, കാരണം ഒരിക്കൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കം വരത്തില്ല. അപ്പോൾ അതേ നമുക്ക് ഇനിയും 7 മണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ സ്ഥലത്തെത്താൻ. അപ്പോൾ എന്തായാലും നമുക്ക് യാത്ര തുടരാം.
അപ്പോൾ കുർണൂറോ അങ്ങനെയുള്ള സ്ഥലമാണ് നമ്മൾ കണ്ടാകുന്നത്. ചെറിയൊരു ബ്രേക്ക് ഉണ്ട്. രാവിലെ 8 മണിയായി. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഉച്ച ഒരു 12:30 1 മണിയാവും. ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ ടോട്ടൽ 20 hours. നമ്മുടെ കൊച്ചിയിൽ നിന്നും 20 മണിക്കൂർ ബസ്സിൽ. ഇത് ഞാൻ ട്രാവൽ ചെയ്തിരിക്കുന്ന ലോങ്ങസ്റ്റാണ് ബസ്സിൽ, മീൻസ് മെഷീൻ. ട്രെയിനിൽ നമ്മൾ ഇതിന് ഫുള്ള് പോയിട്ടുണ്ട്. പക്ഷേ ബസ്സിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ട്രാവൽ ഫ്രം എറണാകുളം ടു ഡെസ്റ്റിനേഷൻ. നമ്മൾ ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഇനിയുണ്ട് ഒരു 4-5 മണിക്കൂറുണ്ട്. 5 hours ഇനിയും ഉണ്ടാവും. അപ്പോൾ സ്ഥലം ആന്ധ്രാപ്രദേശിലാണ്. അത് ആന്ധ്രാപ്രദേശ് ബോർഡറാണ്. ആന്ധ്രാപ്രദേശ് ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ് ബോർഡറാണ്. അവിടെ ആയിരിക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വിശക്കാൻ തുടങ്ങി. രാവിലെ ഒരു കാപ്പി ഒരു ചായയാണ് കുടിച്ചത്. ചായ മാത്രം കുടിച്ചിട്ടില്ല, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. നോക്കാം അടുത്ത എവിടെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ പറയാം. ഗൈസ്, ഈ ഹൈവേ എന്ന് പറയുന്നത് കന്യാകുമാരി ടു ശ്രീനഗർ NH44. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഹൈവേ ആണ് നമ്മൾ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ കന്യാകുമാരിയിൽ തുടങ്ങി ശ്രീനഗർ വരെ പോയി ചേരുന്ന ഒരു ഹൈവേ ആണ് NH44. അപ്പോൾ ആ ഹൈവേയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു ഇപ്പോൾ ശ്രീനഗറിൻ്റെ, അതായത് 2600 ചില്ലാൻ കിലോമീറ്റർ ശ്രീനഗറിലേക്ക്. സോ വിറ്റ്നസിങ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഹൈവേ ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഹൈവേയിൽ നമുക്ക് ശ്രീനഗർ വരെ പോയാൽ കൊള്ളാമെന്നുണ്ട്. പോവാം, സമയമുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ട്രാവൽ, എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല, കാരണം ഞാൻ മുമ്പിലായിരിക്കുന്നത്, അപ്പോൾ നല്ല ഫോണിൻ്റെ ഒക്കെ ഒരു ശബ്ദം കണ്ടോ. അപ്പോൾ ഇവരാണ് വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രൈവർ ചേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലെ യാത്ര ചെയ്യാൻ. നമുക്ക് എന്തായാലും ശ്രീനഗർ വരെ ഒരു ട്രിപ്പ് പോകണം. ഇപ്പോഴത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഹൈവേസിലാണ് ഇൻ ഇന്ത്യ, NH44. കൊള്ളാം. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ആന്ധ്രാപ്രദേശിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതൊക്കെ 4 വരി പാതയാണ് കേട്ടോ. ഇതിപ്പോൾ 4 വരി പാതയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇവിടെയൊക്കെ NH44 അതും ഇതൊക്കെ നല്ല 6 വരി പാത ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല കേട്ടോ, വെറും ഒരു 4 വരി പാതയാണ്. പക്ഷെ ഇതിനകത്ത് സ്പീഡ് ലിമിറ്റ് 80-100 ഒക്കെ കൊടുത്തിട്ടുണ്ട് 4 വരി പാതയിലൂടെ. കണ്ടോ, അതായത് ഇവിടെ 80 കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. 80, അതായത് 80 km/h സ്പീഡിൽ നമുക്ക് ഈ 4 വരി പാതയിലൂടെ പോവാം. പിന്നെ അറിയില്ല, പിന്നെ അടുത്ത സ്റ്റേറ്റിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ യാത്ര ചെയ്തതിൽ വെച്ചിട്ട് ബാംഗ്ലൂരിലും കേരളത്തിലും, അതായത് ബാംഗ്ലൂരിൽ നിന്നല്ല, കർണാടകയിലും കേരളത്തിലുമാണ് ഞാൻ കൂടുതൽ 6 വരി പാതകൾ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ 4 വരി പാതകൾ മാത്രമേ ഉള്ളൂ തോന്നുന്നു കേട്ടോ. മേ ബി ചിലപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ. പിന്നെ ഇവിടുത്തെ ലൊക്കേഷനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ മലകളും, പിന്നെ ഇപ്പോൾ നാഗ്പൂർ ഉണ്ട് മേളിൽ. നാഗ്പൂർ 790 കിലോമീറ്റർ. പക്ഷെ റോഡുകളൊക്കെ അടിപൊളിയാണ്. പിന്നെ ആന്ധ്രാപ്രദേശിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഡ്രൈ ലാൻഡാന്ന് തോന്നുന്നു കേട്ടോ. ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ബട്ട് ഈ സംഭവം കൊള്ളാം എന്തായാലും. നല്ല തണുപ്പുണ്ട്. പിന്നെ റോഡുകളൊക്കെ അടിപൊളിയാണ്, അതൊന്നും ഒന്നും പറയാനില്ല. പിന്നെ ഇത് നാഷണൽ ഹൈവേ
ആണല്ലോ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അടിയിൽ വരുന്നതാണ്. സോ ഡെഫിനറ്റ്ലി അവർ നല്ല രീതിക്ക് റോഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഈ നാഷണൽ ഹൈവേസിന്റെ ഒക്കെ റോഡുകൾ നല്ല അടിപൊളി ക്വാളിറ്റിയും ഒക്കെ ആണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേസ് ഒക്കെ വരുമ്പോഴാണ്, നമ്മുടെ സിറ്റിയുടെ അകത്ത് വരുമ്പോഴൊക്കെയാണ് അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്റെ കയ്യിൽ പോകുന്നത്, റോഡുകളും നിർമ്മാണവും ഒക്കെ. അവിടെയാണ് ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഈ റോഡിന്റെ ക്വാളിറ്റി ഒന്നും നമ്മുടെ സിറ്റിയുടെ അകത്തൊക്കെ അത്രയും ഇല്ലാത്തത് മെയിൻ കാരണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് അവരൊക്കെ റോഡ് നിർമ്മാണ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന അവരാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അവിടെ വരുമ്പോഴത്തേക്കുമാണ് ഈ ഓരോരോ കറപ്ഷനും അഴിമതിയും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഇങ്ങനെ വരുമ്പോഴാകുമ്പോൾ റോഡിന്റെ ക്വാളിറ്റി കുറയും. പക്ഷെ ഇവിടെയൊക്കെ അടിപൊളിയാണ് കേട്ടോ. നാഷണൽ ഹൈവേസിന്റെ ഒക്കെ നല്ല സൂപ്പറാണ്. കാരണം അവർ കോൺട്രാക്ട് കൊടുക്കുന്നതും ഈ ചെറിയ ചെറിയ കമ്പനീസിനും കൊടുക്കില്ല. അത്യാവശ്യം നല്ല വലിയ കമ്പനി L&T പോലത്തെ കമ്പനീസിനൊക്കെയാണ് കൂടുതൽ കോൺട്രാക്ട് പോകുന്നത്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ L&T എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി എത്തിക്കലായിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് മാത്രമല്ല അവരുടെ വർക്കിലൊക്കെ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും. അടിപൊളിയായിട്ട് വൃത്തിയും വെടിപ്പോടെ അവർ പണി ചെയ്യും. സോ അങ്ങനെ കേട്ടോ. പക്ഷെ കൊള്ളാം കേട്ടോ. ഇതുണ്ടോ, അതിപ്പോ ഇവിടെ ഒരു പാടമൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ടാണ്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. കേട്ടോ പാടം നല്ലൊരു ഇത്. പിന്നെ കുറച്ച് മുമ്പൊക്കെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ സെന്ററിലൊക്കെ നല്ല അടിപൊളി പൂക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ റോഡിന്റെ സെന്ററിലുള്ള ഇതില്ലേ, മീഡിയനില്ലേ, അവിടെ അടിപൊളി പൂക്കളും പിന്നെ നല്ല വലിയ വലിയ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ആ സമയത്ത് രാവിലെ 6-6:30 ആകുമ്പോഴത്തേക്കും ഇവിടെ എന്താ പറയുക, ആ സമയത്ത് വെളിച്ചം ഉണ്ടായില്ല. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എനിക്ക്, കാരണം ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഷൂട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വേറൊരു ദിവസം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ കണ്ടോ, ഇതൊക്കെ നല്ല നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സീനറി നോക്കുക, അടിപൊളി സീനറിയാണ് കേട്ടോ. ദൂരത്തെ ഒരു മലയുണ്ട്, അതിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയാണ്. കൊള്ളാം ഗൈസ്. ഈ ജിയോഗ്രഫി സൂപ്പറാണ്. നല്ല രീതിക്കുള്ള സീനറി, നല്ല ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു. കാരണം നമുക്ക് കേരളത്തൊന്നും ഇങ്ങനത്തെ ഒരു ഡ്രൈ ലാൻഡ് നമുക്ക് കാണാൻ പറ്റില്ല. ഡ്രൈ ലാൻഡ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, പക്ഷെ കേരളത്തിന്റെ ആ ഒരു പച്ചപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റില്ല. ഏകദേശം ഒരു തമിഴ്നാട് നമ്മൾ അകത്തേക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീൽ. അറിയില്ല എനിക്ക് ഇവിടുത്തെ, കാരണം എനിക്ക് തെലുഗു അറിയില്ല, കന്നഡ അറിയാം. കാരണം ബാംഗ്ലൂർ ഒരുപാട് വർഷം വന്നതുകൊണ്ട് എനിക്ക് കന്നഡ നന്നായിട്ട് സംസാരിക്കും. തെലുഗു ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ അതല്ല ഇവിടെ വിഷയം. ഇവിടെ ഇപ്പം നമുക്കിപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകൾ, ഇവിടുത്തെ ഓരോരോ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതുപോലത്തെ കാര്യങ്ങളാണ് എനിക്ക് ഇൻട്രസ്റ്റ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എനിക്കറിയില്ല. ആന്ധ്രാപ്രദേശ് അത്യാവശ്യം ചൂടുള്ള ഒരു സ്ഥലമാണെന്നാണ് കേട്ടത്. ബാംഗ്ലൂർ പോലെ അത്രയും നല്ല ഒരു എന്താ പറയുക, ഒരു പ്ലസന്റ് വെതർ അല്ല, എക്സ്ട്രീം വെതറാണ്. ഭയങ്കര ചൂടൊക്കെയാണെന്നാണ്. പക്ഷെ റോഡ്സ് ഒക്കെ നല്ല നല്ല അടിപൊളി മാർക്കിംഗ് കൊള്ളാം. ഗൈസ് നമ്മളിപ്പോ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതിപ്പോ ഏതാ, നമ്മുടെ കുർണൂർ ഞാൻ കണ്ടൊരു സ്ഥലമാണ്. കുർണൂൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മറ്റേ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ ഞാനൊരു ദോശ വാങ്ങിച്ചിട്ടുണ്ട്, എഗ് ദോശ പാർസൽ വാങ്ങി. അപ്പോൾ എഗ് ദോശ പാർസൽ വാങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് ബസ്സിലിരുന്ന് തന്നെ കഴിക്കാം. ഇപ്പോൾ ബസ്സിലെ അവിടെ ഇതാണ് ബസ്. അതെ. സോ അവിടെ ബസ് നിർത്തിയിട്ടുണ്ട്, ഡ്രൈവർമാരിപ്പോൾ കഴിക്കുന്നുണ്ട്. സോ ഐ തോട്ട് ഓഫ് ലൈക്ക് ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ, അപ്പോൾ ഇവിടെ പറഞ്ഞു വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം ബസ്സിൽ ഇരുന്നിട്ട് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു സുഖം. കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്.
കുഴപ്പമില്ല. സോ അപ്പം ഞാനിപ്പോൾ എഗ് ദോശയാണ് വാങ്ങിയേക്കുന്നത്. പിന്നെ ഇവിടെ ഇതിപ്പോൾ ആന്ധ്രാപ്രദേശാണ്. സോ ഇവിടെ നമുക്ക് ഉള്ളതും ഒരു മലയാളി ചേട്ടനായിരുന്നു. മലയാളി ചേട്ടനാണ് നമുക്കിവിടെ എന്താ പറയുക ഈ ഹോട്ടൽ നടത്തുന്നത്. സോ അപ്പോൾ ആദ്യം ഞാൻ ഹിന്ദിയിൽ സംസാരിച്ചപ്പോഴത്തേക്കും മൂപ്പര് ഹിന്ദിയിൽ സംസാരിച്ചു. ഓ എന്താ കേട്ടാ ദോശ പോയി. അപ്പോൾ മൂപ്പരും ഹിന്ദിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ മലയാളിയാണ് എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ മലയാളത്തിലായി സംഭാഷണം. അപ്പോൾ എന്തായാലും എന്തേ ദോശ, എഗ് ദോശ വിത്ത് ചട്നി സാമ്പാർ. അപ്പോൾ നമ്മുടെ മലയാളി ഫുഡ് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടി. നന്നായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് നോക്കിയിരിക്കുകയായിരുന്നു എന്ത് കഴിക്കും. കാരണം പുതിയ സ്ഥലമാണല്ലോ, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇഡ്ഡലിയാണ് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇഡ്ഡലി തീർന്നു പോയി, ആകെയുള്ളത് ദോശ, പിന്നെ പൊങ്കൽ, പിന്നെ പൂരിയൊക്കെ എനിക്ക് രാവിലെ കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഭയങ്കര എണ്ണമെഴുക്കുള്ള സംഭവങ്ങളാണ്. പിന്നെ ഇനിയും പോകണം, 4 മണിക്കൂർ യാത്രയുണ്ട്. ഇവിടെ നിന്ന് ഇനിയും 250 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്. സോ ഇതാണ് ബോർഡർ. ഇതെന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന ബോർഡറാണ്. കുർണൂൽ അതെ. സോ ആന്ധ്രാപ്രദേശ് തെലങ്കാന ബോർഡറാണ്. പിന്നെ അവിടെ ഇതിപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് NH-44 കന്യാകുമാരി ടു ശ്രീനഗർ. അപ്പോൾ ശ്രീനഗർ വരെ ഈ ഒറ്റ ഹൈവേ പോവും. ബട്ട് പല പല സിറ്റീസ് ടച്ച് ചെയ്താണ് പോകുന്നത്. ഡയറക്റ്റ്ലി ഒരു ബൈപ്പാസ് പോലെയല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ സ്ട്രെയിറ്റ് പോവും. പിന്നെ ഇവിടെ നിന്ന് കുർണൂല് തെലങ്കാന എൻട്രിയും, തെലങ്കാനയിൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് പോവും. അപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട് നാഗ്പൂർ, ഭോപ്പാൽ, ഹൈദരാബാദ്, നാഗ്പൂർ, ഭോപ്പാൽ, ശ്രീനഗർ, NH-44. ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ഭാഗത്തുകളിലൂടെയാണ് മറ്റേ ഈ ഒറ്റ ഹൈവേ പോകുന്നത്. ഇപ്പോൾ ഇതെല്ലാം ഒരുപാട് സ്റ്റേറ്റ്സും സിറ്റീസും ഒക്കെ ടച്ച് ചെയ്തിട്ടാണ് ഈ ഹൈവേ പോകുന്നത്. അടിപൊളിയാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥലവും അത്യാവശ്യം നല്ല വൈബുള്ള സ്ഥലമാണ്. കൊള്ളാം. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കാണിച്ചു തരാം. കാണിച്ചു തന്നിട്ട് ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഇതാണ് ഗൈസ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബസ് അവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ബസ് നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ഇതാണ് ഹൈവേ. ഈ ഹൈവേ ആണ്, NH-44 ആണ് ഈ കാണുന്നത്. സോ ഇതിപ്പോൾ സർവീസ് റോഡാണ്. അതെ, ഇവിടെയാണ് നമ്മൾ ഫുഡ് വാങ്ങിച്ചത്. നമ്മുടെ മലയാളി ചേട്ടൻ്റെ കട ഇതാണ്, മഹാവീർ റോഡ് ലൈൻസ്. ഈ കടയുടെ പേരാണോ എന്ന് എനിക്കറിയില്ല. ന്യൂ ഭാരത് ഹോട്ടൽ. ഇതാണ് ഈ കടയുടെ പേര്. ഇതാണ് ന്യൂ ഭാരത് ഹോട്ടൽ. കൊള്ളാം കേട്ടാ. ഈ വഴി ആരെങ്കിലും പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തി ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഗൈസ് NH-44. വണ്ടിയൊക്കെ ഇടിച്ച് കൊല്ലു. ഭയങ്കര റാഷ് ഡ്രൈവിംഗ് ആണ് ഗൈസ് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾ. എന്തായാലും ഇപ്പോൾ ഇത് NH-44 നമ്മുടെ ശ്രീനഗർ വരെ, ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ വരെ പോകുന്ന ഹൈവേ ആണ് ഗൈസ് ഇത്, ഹൈവേ. അപ്പോൾ ശ്രീനഗറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഹൈവേ വെച്ച് പിടിച്ചാൽ മതി. അപ്പോൾ പല പല സ്റ്റേറ്റ്സുകളും പല പല സിറ്റീസും ടച്ച് ചെയ്താണ് ഈ ഹൈവേ പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മുടെ ബസ്. ഞാൻ ഇന്നലെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്, KVR ട്രാവൽസ്. AC സ്ലീപ്പറാണ്. നല്ല അടിപൊളി ബസ്സാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും നല്ല കംഫർട്ടാണ് കേട്ടോ. അതും AC അവർ നല്ല രീതിക്ക് AC തണുപ്പിച്ചൊന്നും വെച്ചിട്ടില്ല. ഒരു ഐഡിയൽ ടെമ്പറേച്ചറാണ് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. ഇതിപ്പോൾ ഐഡിയൽ ടെമ്പറേച്ചറാണ്. ഇതിപ്പോൾ കാണിച്ചു തരാം. അത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക്. അപ്പോൾ ഈ ലാസ്റ്റ് എഴുതിയിരിക്കുന്നതാണ് ശ്രീനഗർ. അപ്പോൾ ശ്രീനഗർ 2000 ചില്ലാനം കിലോമീറ്റർ ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഭോപ്പാൽ, പിന്നെ നാഗ്പൂർ. അപ്പോൾ അങ്ങനെയാണ് ഗൈസ് ഇത് പോകുന്നത്. അപ്പോൾ ശ്രീനഗർ വരെ നമുക്ക് പോകാനെത്തിയ ബസ്സാണ്. ഇതാണ് നമ്മുടെ ബസ്. കംപ്ലീറ്റ് അടിപൊളിയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കൊള്ളായിരുന്നു. ഞാൻ എഗ്ഗ് ദോശയാണ് കഴിച്ചത്. സോ
ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പം ഇനിയും പോകാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 200 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂറും കൂടെ ഉണ്ടാവും. അപ്പോൾ സമയം ഓൾറെഡി ലൈക്ക് ഇപ്പോൾ എത്രയായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ 12, 1 മണി, ഒരു 1:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ട്രാഫിക് ഇല്ലാന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത്യാവശ്യം വലിയ ട്രാഫിക് ഒന്നും ഇല്ല. ഇപ്പോൾ ഒരു ടോൾ ഗേറ്റ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തും, സ്ഥലം എത്തിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി തൊട്ട് ആ സ്ഥലത്തായിരിക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പുതിയ സിറ്റിയാണ്, ഫസ്റ്റ് ടൈമാണ് ഞാൻ പോകുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരുപാട് ഇപ്പോൾ ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൂടുതലുള്ളതും എന്താ പറയുക, നമ്മുടെ കേരളത്തിൽ പോലെ മൂന്നാർ, ഇടുക്കി, അങ്ങനത്തെ എന്താ പറയുക, നമുക്ക് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ, പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ ബാംഗ്ലൂരിൻ്റെ പരിസരത്ത് കുറവാണ്. കൂടിപ്പോയ ഒരു നന്ദി ഹിൽസ് ഉണ്ട്. നന്ദി ഹിൽസും വലിയ വർത്തായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മീശപ്പൊലിമലയൊക്കെ. നമുക്ക് മൂന്നാർ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ അതിനേക്കാളും എത്രയോ നല്ല അടിപൊളി സ്പോട്ടുകൾ. ആലപ്പുഴ നമ്മുടെ ഹൗസ് ബോട്ട്, ബാക്ക് വാട്ടേഴ്സിലുള്ള സംഭവങ്ങൾ ഒക്കെ വേറെ ലെവലാണ്. ആ ഒരു എന്താ പറയുക, ഒരു നേച്ചറായിട്ട് ഇണങ്ങുന്ന ഒരു സ്പോട്ടൊന്നും ബാംഗ്ലൂരിൻ്റെ ചുറ്റുവട്ടത്തില്ല. അവിടെ മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും പോകണം. പക്ഷെ ഇപ്പം ഞാൻ പോകുന്ന സ്ഥലത്ത് അങ്ങനെയല്ല. ഒരുപാട് കാണാൻ അടിപൊളിയായിട്ടുള്ള സ്പോട്ടുകളും, പിന്നെ ഒരുപാട് മോണ്യുമെൻസും, പിന്നെ അതായത് പണ്ടത്തെ കാലത്തെ ബിൽഡിങ്സും ഒരുപാടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഊഹിച്ച് ഞാനിപ്പോൾ എവിടെയാണ്, എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഊഹിച്ചില്ലെന്നുണ്ടെങ്കിലും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവും. സോ വെയിറ്റ് ആൻഡ് സീ ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരു 3 മണിക്കൂറുണ്ട്. സോ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മളൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും. അപ്പോൾ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവിടെ പോയി കാരണം എന്ന് വെച്ചാൽ റൂം നോക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ചുമ്മാ നമുക്ക് നോക്കാം അവിടുത്തെ കാര്യങ്ങൾ, ആ സിറ്റി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് കൃഷിഭൂമികളൊക്കെ എനിക്കിങ്ങനെ കാണാൻ സാധിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ല ഒരു ഈ എന്താ പറയുക, ഈ അഗ്രികൾച്ചർ ആയിട്ടുള്ള റിലേറ്റഡ് ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് പോകുന്നത്. ഞാൻ ഈ സ്റ്റേറ്റിനെ കുറിച്ച് എനിക്ക് അധികമായിട്ട് എനിക്കറിയില്ല. ആന്ധ്രാപ്രദേശ് എനിക്ക് മാക്സിമം ഇപ്പം ഞാൻ വെച്ചാൽ മെട്രോ സിറ്റീസിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അവിടെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കാനോ അല്ല പോയിട്ടുള്ളത്. ജസ്റ്റ് ഒരു ടൂറിസ്റ്റ് ആയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും അതിനായിട്ടുള്ള ഒരു മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടൂറിസ്റ്റ് അട്രാക്ഷൻ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ അകത്തുള്ള ഇപ്പോൾ ഞാൻ പറയാം, ഞാൻ അങ്ങോട്ടേക്ക് ഞാൻ പുതിയ സിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ ജോലി ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ പുതിയൊരു ജോലി കിട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അവിടുത്തെ ആൾക്കാരെങ്ങനെയാണ്, അവിടെ എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് ഓഫ് ലിവിങ്, എങ്ങനെയാണ് നമ്മുടെ ഏതൊക്കെ ഏരിയകളാണ് അടിപൊളി, നല്ല രീതിക്കുള്ള കുറഞ്ഞ റെന്റും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഏരിയക്ക് ഏതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഔട്ട്ലുക്കിലൂടെ ആയിരിക്കും നമ്മൾ നോക്കുന്നത് അവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, അവിടുത്തെ എക്കോണമി എങ്ങനെയാണ്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ നോക്കും. നമ്മൾ അവിടെ പോയി ജോലി ചെയ്യുക അല്ലെങ്കിൽ അവിടെ കുറച്ച് വർഷങ്ങൾ നമ്മൾ അവിടെ നിൽക്കുക എന്നുള്ളൊരു പ്ലാനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും. ആ സിറ്റി നല്ലതാണോ, പല കാര്യങ്ങൾ. പക്ഷെ നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ട് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊന്നും നോക്കില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താണ്, അവിടെ കാണാൻ എന്തൊക്കെയുണ്ട്, നല്ല ഹോട്ടൽസ് ഏതൊക്കെയാണ് അല്ലേ, ഭക്ഷണം, പിന്നെ താമസിക്കാനും നല്ല ഹോട്ടൽസ് ഏതൊക്കെയാണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ അവിടെ പോയി ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ക്യാബ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്യാബിനൊക്കെ എത്രയാണ് അവർ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊബർ പോലത്തെ ഔട്ട് സ്റ്റേഷൻ ഫെസിലിറ്റീസ് ഉണ്ട്. ചുറ്റുവട്ടത്തെ എവിടെയൊക്കെ നമുക്കിപ്പോൾ നമ്മളൊരു സിറ്റിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ സിറ്റിയിൽ നിന്നും ചുറ്റുവട്ടത്തേക്ക് നമുക്ക് എത്ര ദൂരത്തിനുള്ളിൽ നമുക്ക് സംഭവങ്ങൾ കവർ ചെയ്യാം. പിന്നെ അവിടുത്തെ വെതർ,
നമ്മൾ പോകുന്ന സമയത്ത് തണുപ്പാണോ അല്ലെങ്കിൽ നല്ല ചൂടാണോ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ. അപ്പോൾ നമ്മൾ രണ്ടും ഡിഫറെൻറ്റ് ഔട്ട്ലുക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ അവിടെ പോകുന്നത് പുതിയൊരു ജോലി കിട്ടി, നമ്മൾ കുറച്ച് വർഷം അവിടെ ഇരുന്ന് ജോലി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പല പല കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു നഗരത്തിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കും. അപ്പോൾ ഞാൻ അന്വേഷിച്ചത്തോളം അടിപൊളി സ്ഥലമാണ്, നല്ല ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റിയാണ്. ഞാൻ കുറേ ക്ലൂസ് ഒക്കെ തരുന്നുണ്ട്, എന്നാലും ഞാൻ ആ സിറ്റിയുടെ പേര് പറയുന്നില്ല. എന്തായാലും നമ്മൾ പോയി എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ നാളെ വേറെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അത് മനസ്സിലാവും. പക്ഷെ നഗരം അടിപൊളി നഗരമാണ്. പിന്നെ അവിടുത്തെ ഭാഷ, അത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു ഇത്. കാരണം ഞാനവിടെ പോയപ്പോൾ മൂപ്പര് ഇപ്പം ഞാൻ ചോദിച്ച ആൾക്കാരൊക്കെ പറഞ്ഞത് ഹിന്ദി എനിക്കറിയാം. ഹിന്ദി അറിയാമെങ്കിൽ ഈസി ആയിട്ട് അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അവിടെ മിക്ക ആൾക്കാരും ഹിന്ദി സംസാരിക്കും, എന്തൊക്കെയാ പറയുന്നത്. പിന്നെ അവിടെ പോയി ആവും, കുറച്ച് ദിവസം എടുക്കും, അറ്റ്ലീസ്റ്റ് ഒരു 1-2 മാസമെങ്കിലും എടുക്കും നമ്മളവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി സെറ്റ് ആവാൻ. 1-2 മാസമില്ല, ചില സമയത്ത് അത് കൂടുതൽ എടുത്തുനിന്ന് വരാം. പക്ഷെ ഞാൻ പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ 2 മാസം പോലും വേണ്ടി വരില്ല, ചിലപ്പോൾ 1 മാസം കൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ അഡ്ജസ്റ്റ് ആവും. പിന്നെ എനിക്ക് എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഓഫീസൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. പുതിയ സിറ്റിയാണ്, പല പല സ്ഥലത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം, അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റുവട്ടത്തിലുള്ള സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പരിചയം വരും. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതെ റൂമിൽ തന്നെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ടൈം എടുക്കുന്നത്. എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അടുത്തുള്ള സ്ഥലമാണെങ്കിൽ അടുത്ത് നമുക്ക് അവിടെ ബസ് ഉണ്ട്, മെട്രോ സിസ്റ്റം ഉണ്ട്, ഈസി ആണെന്നാണ് പറഞ്ഞത്. അവിടുത്തെ മെട്രോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വാസ്റ്റ് ആണ്. അതായത് മിക്ക സ്ഥലത്തും മെട്രോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി. പിന്നെ അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്, അതായത് ബസ്സും നല്ല രീതിക്കുള്ള ബസ് സർവീസാണ് എന്നൊക്കെയാണ് കേട്ടത്. അതായത് എവിടെ പോവുകയാണെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ പോലെ തന്നെ ബാംഗ്ലൂരിലും ബസ് ഫെസിലിറ്റീസ് നല്ല, എല്ലാ സ്ഥലത്തേക്കും ബസ് ഉണ്ടാവും. അതും എല്ലാ 10-15 മിനിറ്റിൽ ഇടവിട്ടിട്ട് ബാംഗ്ലൂരിൽ ബസ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ഈ സ്ഥലവും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെട്രോ ഉണ്ടെങ്കിൽ മെട്രോ യൂസ് ചെയ്യാം. നല്ല ഒരു എന്താ പറയുക, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം നല്ല ആയിട്ടുള്ള ഒരു നഗരമാണ്. എക്സ്പ്ലോർ ചെയ്യാൻ വേറെ ഒന്നും വേണ്ടല്ലോ. നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ബസ്സിൽ കയറുക, മെട്രോയിൽ കയറുക. പിന്നെ അവിടെ ട്രാം സിസ്റ്റം ഉണ്ട്. ഈ സ്ഥലത്ത് ട്രാം സിസ്റ്റം ഉണ്ട്. ട്രാം അല്ല സബർബൻ ഇലക്ട്രിക് ട്രെയിൻ സിസ്റ്റം. ട്രാം അല്ല, സോറി ഗൈസ്, ഇലക്ട്രിക് ട്രെയിൻ സിസ്റ്റം. നമ്മുടെ മുംബൈയിലും ചെന്നൈയിലൊക്കെ പോലെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മുംബൈയിൽ പോയിട്ടുണ്ട്, മുംബൈയിലും ചെന്നൈയിലും ഞാൻ പോയിട്ടുണ്ട് ഇലക്ട്രിക് ട്രെയിൻ. ശരിക്കും പറഞ്ഞാൽ ചെന്നൈയിലെ ഇലക്ട്രിക് ട്രെയിൻ വലിയ ഗുണവും ഇല്ല, പക്ഷെ മുംബൈയിൽ അടിപൊളിയാണ്. മുംബൈയിൽ നമുക്ക് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ അവിടെ മെട്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം പുതിയതായിട്ട് ഒരുപാട് ലൈൻസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മെട്രോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാരണം ഞാൻ മുംബൈ പോയത് ഓൾമോസ്റ്റ് ലൈക്ക് 6 വർഷം മുമ്പ്. 6 വർഷം മുമ്പ്. 6 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും മെട്രോ ഒന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മെട്രോയിൽ ഞാൻ കയറിയിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ അവിടെ സബർബൻ, അതായത് ഇലക്ട്രിക് ട്രെയിൻസ് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ നല്ല കറക്റ്റ് ടൈമിന് പോവും, പക്ഷെ തിരക്ക്. അത് നമ്മൾ ഓഫീസ് ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചതച്ച് ചമ്മന്തിയാക്കി കൈ തരും നമ്മളെ. നടുവേന വല്ല ഉണ്ടെങ്കിൽ ആ സമയത്ത് പോയാൽ നടുവേനയൊക്കെ മാറിക്കോളും. അങ്ങനത്തെ രീതിക്കുള്ള ഒരു ഇതാണ് മറ്റേ മുംബൈയിൽ. സോ അത് മാത്രമേ ഉള്ളൂ ഒരു പ്രോബ്ലം. നല്ല ഭയങ്കര തിരക്കാണ്. അതും എസ്പെഷ്യലി പീക്ക് ടൈമിൽ പോകുമ്പോൾ മാത്രം. അല്ലാത്ത സമയത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ട്രെയിനാണ് ബെസ്റ്റ്. കാരണം മുംബൈയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ബൈ റോഡ് ഇപ്പോൾ കാറിൽ ടാക്സിയിലൊക്കെ പോകുന്നതിനേക്കാളും ഭയങ്കര പൈസ കുറവാണ്. 5 രൂപ, 4 രൂപ, 5 രൂപ, 3 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടും. 3 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് കിട്ടും. 5 രൂപ, 10 രൂപ, അത്രയ്ക്കുള്ളൂ. 10 രൂപയ്ക്കുള്ളൊന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അത്രയ്ക്കേ ഉള്ളൂ അതിൻ്റെ ടിക്കറ്റ് ചാർജസ്. വളരെ എക്കണോമിക്കലാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ ഇലക്ട്രിക് ട്രെയിൻ ഉണ്ടെന്നാണ് കേട്ടത്. സോ നമുക്ക് നോക്കാം. എന്തായാലും എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ അവിടുത്തെ ബിരിയാണി. അപ്പോൾ ഞാൻ ബിരിയാണി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും.
ഓക്കെ, എനിവേ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി സംസാരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് അവിടെ എത്തുന്നു. എത്തിക്കഴിഞ്ഞ് വേറെ കുറെ പരിപാടീസ് ഒക്കെ ഉണ്ട്. കാരണം അവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പൊ ഞാൻ ഹോട്ടലൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ പോയിട്ട് വേണം. ഞാൻ 2-3 സ്ഥലത്തൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഡയറക്റ്റ്ലി വരാൻ പറഞ്ഞു. അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അവിടെ പോവാം. അവിടെ പോയി റൂമൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പൊ ഇനിയുണ്ട് ഗൈസ് 3 hours. സോ 3 മണിക്കൂറും കൂടെ യാത്ര ചെയ്യണം. ഓക്കെ, നമ്മൾ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ പോവാണ്. ഇത് കണ്ടോ, ഇത് 8 വരി പാതയാണ് ഗൈസ്, 8 വരി. കൊള്ളാം കേട്ടോ ഈ നഗരം. അത് ഇത്രയും വലിയ റോഡ്സ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. 8 വരി പാതയാണത്. അത് കൗണ്ട് ചെയ്യാൻ പറ്റും. 1, 2, 3, 4. അതേപോലെ അപ്പുറത്തെ സൈഡും 4 ഉണ്ട്. 8 വരി പാതയാണ്. സെൻട്രലിലൊക്കെ നല്ല അടിപൊളി മരങ്ങളും പൂക്കളും ഒക്കെ പിടിപ്പിച്ചിട്ടുള്ള റോഡുകൾ. നല്ല അടിപൊളി റോഡ് കേട്ടോ, കൊള്ളാം. കാണാൻ പറയാം, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ, നല്ല അടിപൊളി പൂക്കൾ, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഈ മരങ്ങളാവട്ടെ, മരങ്ങളെ ഉണങ്ങി വെള്ളം ഒഴിക്കാതെ ഉണങ്ങിയിരിക്കുന്ന ടൈപ്പ് മരങ്ങളൊന്നുമല്ല. നല്ല അടിപൊളി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള മരങ്ങളും റോഡ്സ് കൊള്ളാം. ഇവിടെ ഇതുണ്ടോ, കാറുകളൊക്കെ 120 ആണ് സ്പീഡ് ലിമിറ്റ്. കാറുകളൊക്കെ 120 സ്പീഡ് ലിമിറ്റും ഹെവി വെഹിക്കിൾസ് ഒക്കെ 80 സ്പീഡ് ലിമിറ്റ്. 120 ഒക്കെ സ്പീഡ് ലിമിറ്റ്. കൊള്ളാം കേട്ടോ. ഇതിപ്പോ ചുമന്ന കളറ് ചെടികളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു റോഡ്. നല്ല സൂപ്പർ റോഡ്. ഗൈസ്, ഇപ്പൊ നമ്മള് സിറ്റി സൈഡ് എൻ്റർ ചെയ്യാണ്. ഗൈസ്, ഇത് നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാല് ഒരുപാട് സ്കൈ സ്ക്രേപ്പേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഒന്ന് നിർത്തുന്നുണ്ട്. ഇവിടെ ആൾക്കാർ അവരൊക്കെ ഇറങ്ങുന്നുണ്ട് ഇവിടെ. അടിപൊളി, സൂപ്പർ. കാരണം ഇത് ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, നമ്മള് പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കും നമ്മൾ ഒരു മിനിറ്റ് സോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് സിറ്റിയിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല രീതിക്ക് എന്താ പറയാ, ഒരു അബ്രോഡ് കണ്ട ഈ ബസ്സൊക്കെ കണ്ട ബസ്സൊക്കെ, ഇതൊക്കെ AC ബസ്സാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂവും ഒരു നമ്മുടെ എന്താ പറയാ നല്ല സ്കൈ സ്ക്രേപ്പേഴ്സിനൊക്കെ ഒരു വ്യൂ ഒക്കെയാണ്. അപ്പൊ നമ്മൾ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അടിപൊളി വ്യൂസ് ആണ്. അപ്പൊ ഇതിന് മുമ്പ് ഞാനൊരു ഫ്ലൈ ഓവറും കണ്ടായിരുന്നു. അപ്പൊ ആ ഫ്ലൈ ഓവറിനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ഷേപ്ഡ് ഫ്ലൈ ഓവറാണ് ഇതിനകത്ത് വേണ്ടി വന്നിരിക്കുന്നത്. അടിപൊളി വ്യൂസ് ആണ്. അപ്പൊ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് 8 വരി പാതയാണ് കേട്ടോ. 1, 2, 3, 4 1, 2, 3, 4, 5 വരി. അപ്പൊ 10 വരി പാത. ഒന്ന് ലാസ്റ്റ് ബസ് പോകുന്നുണ്ട്. 1, 2, 3, 4 അപ്പുറത്ത് പറഞ്ഞ 5 കൂടെ ഉണ്ട്. 10 വരി പാതയാണ് ഇവിടെ. 10 ലെയിൻ. അത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സംഭവമാണ്. അപ്പൊ ഇവിടെ ഒരുപാട് കുറച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡൊക്കെ നോക്കിയിട്ട് അറിയാം. ഇറ്റ്സ് ഓൾ ലൈക്ക് സ്കൈ സ്ക്രേപ്പേഴ്സ്. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്ലീൻ എൻവയോൺമെന്റ്. ഓക്കെ, അടിപൊളി ക്ലീൻ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അപ്പോ സംഗതി സംഭവമാണ് ഗൈസ്. നല്ല എനിക്ക് നല്ലൊരു അബ്രോഡ് കൺട്രിയിൽ പോകുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോ കിട്ടുന്നത്. ഇതൊക്കെ മെയിൻറ്റെയിൻഡ് ആയിട്ട് നല്ല അടിപൊളി ക്ലീൻ ആയിട്ടും നല്ല എന്താ പറയാ മരങ്ങളും പൂക്കളും ഒക്കെ വെച്ചിട്ടാണ് ഇവര് വണ്ടർഫുൾ. നമ്മളിപ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ ബസ് ഇറങ്ങി ഇപ്പൊ ഞാൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇവിടെ അടുത്താണ് നമുക്ക് പോകേണ്ടത്. അപ്പോ ഇതുണ്ടോ ഇവിടെ ബിൽഡിങ്സ് ഒക്കെ അടിപൊളിയാണ് ഗൈസ്. നല്ല അടിപൊളി സ്ഥലമാണ്. കൊള്ളാം കേട്ടോ. അപ്പോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ തെലങ്കാനയുടെ ക്യാപിറ്റലായ ഹൈദരാബാദ്. ഓക്കെ, ഹൈദരാബാദിലാണ് നമ്മൾ ഉള്ളത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ഇനി തൊട്ട്
മേ ബി കുറച്ച് വർഷങ്ങൾ പോസിബിളി. സോ സംഗതി എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഒന്ന് റൂമിൽ പോകണം, റൂമിൽ പോയി ഫ്രഷ് ആവണം. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ അവിടെ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, അതും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പ്ലീസ്. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഗൈസ്, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് ആവുകയാണ്. സോ വൈ വോയേജർ സൈനിങ് ഓഫ്.